ദേഷ്യപ്പെടാതെ. പെട്ടെന്നുള്ള ദേഷ്യത്തിന് ചേട്ടൻ അങ്ങനെ പറഞ്ഞു പോയതല്ലേ. മാഡം ക്ഷമിക്കേ. മാഡത്തിന്റെ അച്ഛനല്ലേ പറഞ്ഞ? അച്ഛനോ? എനിക്ക് അച്ഛനും അമ്മയും ആരുമില്ല. അത് സാറാ, വർമ്മ സാർ. മോളെ, അച്ഛനും മക്കളൊക്കെ ആകുമ്പോ വഴക്കൊക്കെ ഉണ്ടാവും. അത് സാധാരണയാണ്. അതൊന്നും കാര്യാക്കണ്ട. അത് അച്ഛനും മക്കളും തമ്മിലല്ലേ? ഞാൻ അങ്ങനെയൊന്നും അല്ലല്ലോ. എന്റെ അച്ഛനെ പറ്റി ചീത്ത പറഞ്ഞിട്ട് സഹിക്കാതെയാ ഞാൻ അവരുടെ നേരെ കൈപൊക്കിയത്. അവസാനം അച്ഛനും ഒരു ഒന്നായി. ഞാൻ അച്ഛന്റെ മകളുമല്ലാതായി. ചേച്ചിയും ആ തലതെറിച്ച മകനും കൂടിയാ ഈ വീട്ടിനകത്ത് പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത്. എന്തു ചെയ്യാനാ? ചേട്ടനത് മനസ്സിലാക്കുന്നില്ല. അന്ധമായൊരു സ്നേഹം അവരോട്. ഞങ്ങൾക്ക് അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കാൻ ഒരു പരിധിയുണ്ട് മോളെ. രാജുവിനെ കൊടുക്കാൻ ആ 10 ലക്ഷം മോഷ്ടിച്ചത് അവരാണെന്ന് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. അതിന് സംശയമൊന്നുമില്ല. അമ്മയുടെ അറിവോടെ തന്നെ മകൻ ചെയ്തതായത്. ആ കാര്യം പറഞ്ഞ ഞാനും അമ്മയും തമ്മിൽ വഴക്കായത്. അതിപ്പോ കഴിഞ്ഞത് കഴിഞ്ഞു. ഞാൻ നിരപരാധിയാണെന്ന് വർമ്മ സാറിന് ബോധ്യാവുകയും ചെയ്തു. പക്ഷേ മാഡമാണ് വർമ്മ സാറിനോട് പിണങ്ങി ഇറങ്ങിയത്. ഞാൻ വർമ്മ സാറിനോട് പിണങ്ങിയത് മറ്റൊരു കാര്യത്തിനാ രാജു. ആ കാര്യം എന്താണെന്ന് ഞാനും കേട്ടതല്ലേ മാഡം? ഞാൻ അവിടെ ഉണ്ടായിരുന്നല്ലേ. അത് പോട്ടെ മാഡം, അത് മറന്നേക്ക്. എന്റെ ഫീലിങ്സ് രാജുന് മനസ്സിലാകാഞ്ഞിട്ട്. ഒരു അമ്മയുടെ സ്നേഹം ഞാൻ അനുഭവിച്ചിട്ടില്ല. അച്ഛനെന്റെ മുഖത്ത് തന്നെ നോക്കുന്നത് ഈ അടുത്ത സമയത്താ. പിന്നെ എന്നെ സ്നേഹിച്ചിരുന്നത് ഈ ചെറിയമ്മയാ. അതിന് പലപ്പോഴും അമ്മയുടെ വിലക്കും ഉണ്ടായിട്ടുണ്ട്. അച്ഛൻ എന്നെ ഇങ്ങനെ അകറ്റി നിർത്തുന്നത് എന്തിനാണെന്ന് പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഇപ്പോഴൊക്കെ അച്ഛൻ എന്നോട് അടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അപ്പോഴൊക്കെ അമ്മയുടെ ഇടപെടലും ഉണ്ടാവും. എന്താ ഇത്? ഇവിടെ നിന്നും സ്നേഹം കിട്ടാതെ വന്നപ്പോഴാ ഞാൻ അറിയാതെ. മനസ്സിനെ ഇങ്ങനെയിട്ട് ഒരുക്കല്ലേ പ്രതാപ. നിനക്കെന്തെങ്കിലും പറ്റിപ്പോയാ? വിഷമിക്കാതെ എങ്ങനെ ഇരിക്കും ചേച്ചി? പറഞ്ഞതെല്ലാം ചേച്ചി കേട്ടില്ലേ? ഇതൊക്കെയാ എന്റെ അനുഭവങ്ങൾ. എത്ര കാലമായി ഞാനിതൊക്കെ അനുഭവിക്കുന്നു. പോട്ടെ പ്രതാപ, നീ ക്ഷമിക്കേ. നീ ഒത്തിരി ക്ഷമിച്ചതും സഹിച്ചതും ഒക്കെ അല്ലേ? ഇനി എന്നെ കൊണ്ട് സഹിക്കാനൊന്നും പറ്റില്ല ചേച്ചി. സത്യം പറഞ്ഞ പൊതുജനങ്ങളുടെ മുമ്പിൽ ഞാൻ ഒന്നാമതൊരു ആക്ടറാണ്. ജീവിതത്തിൽ ഒരു പ്രശ്നമില്ല എന്ന മനുഷ്യനെന്ന മട്ടിൽ ചിരിച്ചും രസിച്ചും അവരോട് ഇടപെടുന്നു. എന്നാൽ ഉള്ളിന്റെ ഉള്ളിൽ ഒരു കടലിരിമ്പുകയാണെന്ന് ആരറിയുന്നു? നിന്റെ മനസ്സ് ഈ ചേച്ചിക്ക് മനസ്സിലാവും. ലോകത്ത് മറ്റൊരാൾക്കും അത് മനസ്സിലാവില്ല. മകളോടുള്ള വാത്സല്യവും സ്നേഹവും ആ ചാപ്റ്റർ ഞാൻ ക്ലോസ് ചെയ്തു. സ്നേഹം കാണിച്ചതൊക്കെ എനിക്ക് പറ്റിയ തെറ്റാ. അവളെ ഒരു പേപ്പട്ടിയെ പോലെ നീ വെറുക്കണം. അതല്ലേ എന്റെ ആഗ്രഹം. ഒടുവിൽ അവളെന്റെ മകന്റെ അടിമയായിട്ട് ജീവിക്കണം. അത് കണ്ടേ ഈ അംബികയുടെ ജന്മം തീരൂ. അവൾ ഇന്ന് ചേച്ചിയുടെ നേരെ കൈപൊക്കിയെങ്കിൽ നാളെ എന്റെ നേരെയും കൈപൊക്കും. എന്റെ നേരെ മോശമായി പെരുമാറിയാ ഞാനതങ്ങ് ക്ഷമിക്കും. പക്ഷേ ചേച്ചിയുടെ നേരെ ധിക്കാരം കാണിച്ച എനിക്കത് ക്ഷമിക്കാനോ സഹിക്കാനോ പറ്റില്ല. പ്രതാപ, നീ ഒരു സെക്കൻഡ് താമസിച്ചിരുന്നെങ്കിൽ അവളുടെ കൈ
എന്റെ കരണത്ത് പതിക്കുമായിരുന്നു. എനിക്ക് തിരിച്ചവളെ തല്ലാൻ പറ്റുമോ? അവളെന്റെ ആങ്ങളയുടെ മകളല്ലേ എന്ന് പറഞ്ഞ അവൾ എന്റെയും മകളല്ലേ? എന്തായാലും അവള് മാപ്പ് ചോദിച്ചല്ലോ ചേച്ചിയോട്. ചേച്ചി അങ്ങ് ക്ഷമിച്ചോളെ. ആ, അവൾക്ക് വേണ്ടി ഞാൻ ചേച്ചിയോട് മാപ്പ് ചോദിക്കുന്നു. എന്താ പ്രതാപ ഇത്? നീ എന്റെ പൊന്നു കൂടപ്പറപ്പല്ലേ? ഞാൻ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിന്നെയാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. എനിക്കറിയാം ചേച്ചി. എന്തായാലും ഹൃദയക്ക് ഞാൻ ഇനി ഒരു ഫ്രീഡം നൽകില്ല. അവൾക്ക് ഫ്രീഡം കൊടുക്കുന്ന ആപത്താണെന്ന് എനിക്ക് ഇന്ന് മനസ്സിലായി.